എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഹാമോക്ക് എടുത്തിട്ട് ക്യാമ്പിങ്ങിന് വരുന്നത്. നല്ലൊരു റബ്ബർ തോട്ടം കിട്ടിയിട്ടുണ്ട്. റബ്ബർ തോട്ടത്തിൽ നമ്മുടെ സംഭവങ്ങളൊക്കെ അങ്ങ് സെറ്റ് ചെയ്തു. ഇന്ന് കഴിക്കാനായിട്ട് നല്ല ചെറിയൊരു കലത്തിലുണ്ടാക്കിയ മന്തിയാണ്. വെജിറ്റബിൾ മന്തി. വെജിറ്റബിൾ അല്ല, ഞാൻ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ചെറിയ കലത്തിലുണ്ടാക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതും കഴിച്ച് നമുക്ക് സുഖമായിട്ട് ഇതാ ഈ തൊട്ടിലിനകത്ത് കിടന്നുറങ്ങിയിട്ട് നമുക്ക് നാളെ രാവിലെ ഒരു കട്ടണം വെച്ചടിച്ചിട്ട് പോവാം. സംഭവം പൊളിയാ. നമുക്ക് ഇതിൻ്റെ അകത്തുകൂടെ വേണം നടന്നു പോകാനായിട്ട്. നല്ല ടണൽ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയും ഭാഗമാണ് മൊത്തം കാട് പിടിച്ച് കിടക്കുന്നത്. പന്നിക്ക് ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ അവന്മാരൊക്കെ എന്തെയോ മാന്തി തിന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഇനി ഒരുവിധം നല്ല തെളിഞ്ഞ സ്ഥലമാണ്. ഇത് റബ്ബർ തോട്ടമാണ്. റബ്ബർ ടാപ്പിംഗ് ഒക്കെ തുടങ്ങിയല്ലോ. അപ്പോഴിവിടെയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് കിടക്കുകയാണ്. എന്നാലും ഈ സൈഡിലോട്ടൊക്കെ നല്ല കാടാണ്. ഏതൊക്കെ സമയത്ത് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പന്നി ഇഷ്ടം പോലെയുണ്ട്. കണ്ടോ, പന്നി കടിച്ച് കുറച്ചിട്ടേക്കുന്നു. നമ്മൾക്ക് ഇവിടെ സെറ്റാക്കാം. കൂടുതലും മുകളിലോട്ട് പോകണ്ട. ഇവിടെ കുറച്ച് നല്ല തെളിഞ്ഞ സ്ഥലമുണ്ട്. സൂര്യാസ്തമയമൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. നമ്മുടെ ടാർപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി നല്ല മഞ്ഞ് വീഴ്ചയാണ്. അതുകൊണ്ട് ടാർപ്പ് കെട്ടിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. സൂര്യാസ്തമയം ഇപ്പം തന്നെ ആകും. മൊത്തം റബ്ബർ തോട്ടമാണ്. എല്ലാം പന്നി കുത്തി ലെവലാക്കിയിട്ടേക്കുവാണ്. എന്തോ കിഴങ്ങെല്ലാം ഇവർ എടുക്കുന്നുണ്ട് കേട്ടോ. എന്തോ കിഴങ്ങൊക്കെ പറിച്ച് തിന്നുന്നു. സൂര്യാസ്തമയം ആകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങ് താന്നു പോകും. നമ്മളൊരു 5 മിനിറ്റൊന്നും വേണ്ട, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം അതാ നമുക്ക് ഇനി ഒരല്പം കൂടി വെളി കാണാനുള്ളൂ. ഒരു നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. ആ ഭാഗങ്ങളൊക്കെ കണ്ടോ, നല്ല മഞ്ഞ് മൂടിയ പോലെ ഉണ്ട്. അപ്പോൾ ക്യാമ്പിംഗ് എന്ന് പറയുമ്പം നമ്മൾക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ള ക്യാമ്പിംഗ് എന്ന് പറയുന്നത് ഇത് ഈ ഹാമോക്ക് കെട്ടിയിട്ട് ഇതിനകത്ത് കിടക്കുന്ന പരിപാടിയാണ്. എന്താ സുഖം എന്നറിയാവോ? ടെൻറ്റിനകത്ത് കിടന്ന് അതിൻ്റെ മുകളിലോട്ട്, ടെൻറ്റിൻ്റെ ഉള്ളിലിരുന്ന് അതിൻ്റെ മുകളിലോട്ടൊക്കെ നോക്കി കിടക്കാൻ നല്ല സുഖമാണ്. പക്ഷേ നമ്മൾക്ക് ഇതിനകത്ത് കിടക്കുമ്പോൾ നല്ലൊരു പ്രത്യേക സുഖമാണ്. പ്രത്യേകിച്ച് കാലുവേദനയോ, നമ്മൾ ചിലപ്പോൾ മലയൊക്കെ കയറിയിട്ട് വരുവാണെങ്കിൽ സുഖമായിട്ട് ഇതിനകത്ത് അങ്ങ് കിടന്നുറങ്ങുമ്പോഴേക്കും രാവിലെ പ്രത്യേക ഒരു ഉന്മേഷമാണ് ഇതിനകത്ത് കിടക്കുമ്പോഴേക്കും. നമ്മൾക്ക് യാതൊരുവിധ ബോഡി പെയിനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ഇതിനകത്ത് കിടന്നുറങ്ങാൻ നല്ല പറയാൻ പറ്റില്ല, അമ്മാതിരി ഒരു രസമാണ് ഇതിനകത്ത് കിടന്നുറങ്ങാൻ വേണ്ടി. അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ പുറത്തോട്ട് സെറ്റ് ചെയ്യാം. അതോടൊപ്പം ലൈറ്റും ഒന്ന് സെറ്റ് ചെയ്യണം. ഈ സംഭവം കഴിഞ്ഞ ദിവസം പണി മുടക്കിയായിരുന്നു. നമ്മൾ റെഡിയാക്കി. അത് നോസിലിൻ്റെ അകത്തൊരു ഡസ്റ്റ് കയറി കിടന്നതാണ്. അതിൻ്റെ അകത്ത് നമ്മളിത് പിന്നിട്ട് ക്ലീൻ ചെയ്യുമ്പം ഡസ്റ്റ് താഴോട്ട് ഇറങ്ങും. അത് കുറച്ച് കഴിയുമ്പോൾ മുകളിലോട്ട് കയറി വരും. 2 ലൈറ്റ് ഫിറ്റ് ചെയ്തു. ഒന്ന് ഈ മരത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്, ഒന്ന് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. മതിയായിരിക്കും അല്ലേ? രണ്ടും നമ്മൾക്കൊന്ന് ബാക്കിൽ നിന്നും ഒന്ന് ഫ്രണ്ടിൽ നിന്നും ഫോക്കസായിട്ട് നമുക്ക് ലൈറ്റ് കിട്ടും. നമുക്ക് വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഉള്ളി, അതേപോലെ തന്നെ കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു മുട്ടയും കൂടി വെച്ചിട്ടുണ്ട്. മുകളിലോട്ടൊക്കെ നല്ല കാടാണ്, ചുമ്മാണ്ടല്ല പന്നി ഇറങ്ങുന്നത്. നല്ല മലയാണ് കേട്ടോ മുകളിലോട്ടൊക്കെ. നല്ല തണുപ്പുള്ള കാലാവസ്ഥ ഉണ്ടോ. ഈ മൂടലൊന്നും ഇല്ലെങ്കിലേ, മഴക്കാരില്ലെങ്കിൽ നല്ല തണുപ്പായിരിക്കും. പന്നി അങ്ങനെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കത്തൊന്നുമില്ല. അഥവാ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ മരത്തെ കയറിയാൽ മതി. മരത്തെ കയറാൻ പറ്റിയില്ലെങ്കിൽ മാക്സിമം കാലൊക്കെ അടുപ്പിച്ച് വെച്ചൊക്കെ നിൽക്കുക. കാരണം ഇപ്പം ഈ ഡിസംബറിലൊക്കെ നല്ല തണുപ്പ് വരേണ്ടതാണ്. അപ്പം ഇന്ന് മാത്രം ഒരു തണുപ്പ് വന്നു, ഇപ്പം മഴയങ്ങ് മാറിയത് കാരണം. ഇനി കൊതുക് വരുവാണെങ്കിൽ എല്ലാം ഇതിനകത്ത് വന്ന് ചാടി ചത്തോളും. ഇമാതിരി ലൈറ്റ് കാണുമ്പോഴുള്ള ഈ ജീവികളൊക്കെ എല്ലാം ഇതിനകത്ത് വന്ന് സെറ്റായിക്കോളും. ഇതിനു മുമ്പ് ബും ബും ആകുന്നുണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങ് മാറി. അതിനകത്ത് ആ ഡസ്റ്റ് കയറി കിടന്നിട്ടാണ്. മുട്ടയും കൂടി ഇട്ടേക്കാം. സ്റ്റൗവൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല ടെമ്പറേച്ചറുണ്ട്, നമ്മളെ പെട്ടെന്ന് കുക്കിംഗ് ഒക്കെ ആകും. ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഈ സൗണ്ട് ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ പുറകെ കൂടിയോ മുകളിൽ കൂടിയോ താഴെ കൂടിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല നമ്മൾ. ഇനി നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ ഇട്ട് കൊടുക്കാം. പെപ്പർ ഇട്ട് കൊടുക്കാം. മാജിക് മസാല ഇതിട്ട് നല്ല ടേസ്റ്റാണ്. ചെറിയൊരു ജീരകത്തിൻ്റെ ചുവയുണ്ടാവും, എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും. നല്ല റോക്കറ്റിൻ്റെ സൗണ്ടാണ്. പിന്നെ ടെമ്പറേച്ചർ ഉണ്ടോ, പഴുത്തിരിക്കുകയാണ്, പെട്ടെന്നാവും സംഭവങ്ങളൊക്കെ. അടിപൊളി. അതിന് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൗണ്ട് അങ്ങ് ഇല്ലായിരുന്നെങ്കിൽ സംഭവം അടിപൊളി സാധനമാണ്. അത് സൗണ്ട് വരുമ്പോഴേക്കും ഒരു പ്രശ്നം പോലെ. നമ്മളെ റൈസ് ആയിട്ടുണ്ട്. ഇനി അത് ദമ്മായിട്ട് അവിടെ ഇരിക്കട്ടെ, ദമ്മിടുന്ന പോലെ. ആ കലവും ആ സ്റ്റൗവിൽ നിന്ന് എടുക്കരുത്, അത് അങ്ങനെ തന്നെ ഇരുന്നിട്ട് നല്ല ലോ ടെമ്പറേച്ചറിൽ. ആ കലത്തിന് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുമല്ലോ. പുല്ലൊക്കെ അല്ലേ, പുല്ലൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ എന്തോ ഒളിച്ച് നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. പന്നി വരുവാണെങ്കിൽ അറിയാം, ഭയങ്കര സൗണ്ട് ഉണ്ടാവും. പുലി വരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സൗണ്ടും ഉണ്ടായിരിക്കില്ലോ, ഒന്നും ഉണ്ടായിരിക്കില്ലോ, വന്ന് പിടിക്കുമ്പോഴേ അറിയുള്ളൂ. ഇവിടെയൊക്കെ പുലി ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. ജാക്കറ്റ് എടുത്ത് തരണം. ഇത് വെജിറ്റബിൾ മന്തിയാണ്. മുട്ടയിട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ചിക്കൻ മന്തി മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. സംഭവം ഒന്ന് സെറ്റാകാൻ ഇനിയും സമയം പിടിക്കും. നല്ല ടെമ്പറേച്ചറിൽ അവിടെ ഇരിക്കുകയാണ്. കാലത്തിൻ്റെ ചൂട് ഇതുവരെ മാറിയിട്ടില്ല. താഴ്ഭാഗങ്ങളിൽ വീടുകളൊക്കെ ഉണ്ട്. അല്ല, ദൂരെ ലൈറ്റ്സ് നിങ്ങൾ കാണുന്നുണ്ടോ? ക്രിസ്മസിൻ്റെ സീസണൊക്കെ ആയ കാരണം ഒരുപാട് വീടുകളിലെ ലൈറ്റ്സുകളൊക്കെ ദൂരെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതാ അവിടെ മലയുടെ മുകളിൽ കുറേ ലൈറ്റ്സ് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ 2 ലൈറ്റിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് 2 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്കാകും.
സംഭവം ഏകദേശം നല്ല ചൂടാറി സെറ്റായിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ചെമ്പ് പൊട്ടിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മന്തി കലം പൊട്ടിക്കാം. ഇത് കുറഞ്ഞിടാം. ഒന്ന് കഴിച്ച് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സംഭവം പൊളി. കിഴങ്ങൊക്കെ വെന്തോ നോക്കാം. ആഹാ, നല്ല അടിപൊളിയായിട്ട് വെന്തു. കിഴങ്ങിന് ഭയങ്കര ചൂട്. സംഭവം സെറ്റ് കൊള്ളാം കേട്ടോ. കുക്കിങ്ങിനൊരു ബേസിക് സംഭവങ്ങളൊക്കെ ചെയ്ത് പരിചയം മതി, നമുക്ക് എന്തും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഓ, മുട്ട എന്നെ മസിൽ പിടിച്ചിരിക്കുകയാണ്. നല്ല ചൂടാണ്. ആ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റാണ്. മറ്റേ മാജിക് മസാല ഉണ്ടല്ലോ, അത് വെടിക്കെട്ട് സാധനമാണ്. നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ഒരു ടേസ്റ്റാണ് അതിന്. കുറച്ച് ജീരകത്തിൻ്റെ ചുവ കൂടുതലാണ്. അടിപൊളി. നമ്മുടെ മന്തിയൊക്കെ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ കുറച്ച് നമുക്ക് നടക്കാം. നമ്മുടെ ഹാമോക്ക് ഞാൻ കുറച്ച് താഴ്ത്തിയായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്, നമുക്ക് ഇരുന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി. ഞാനിപ്പോഴൊന്ന് പൊക്കി കെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലഗേജ് മറ്റുള്ള സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക് കവർ ഇട്ട് പൊതിഞ്ഞ് മൂടി അവിടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ചിലപ്പം മഞ്ഞ് വീണ് നനഞ്ഞു പോകും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല അടിപൊളി. ഇവിടെ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഇന്ന് റബ്ബർ ടാപ്പിങ്ങിനൊക്കെ ആൾക്കാർ വരുന്നതാണ് കേട്ടോ. ചിലപ്പം രാവിലെ വരും അവർ. ഞാൻ പെട്ടെന്ന് പുറകോട്ട് നോക്കിയപ്പോൾ അങ്ങ് പേടിച്ചു പോയി. ഇത് നോക്ക്, നമ്മുടെ അമ്പിളിയമ്മാവൻ്റെ വലിപ്പം നോക്കിക്ക്, എന്തോ വലിപ്പമാണ് ഇത്. ഞാനത് ഇത്രയും വലിപ്പത്തിൽ കാണുന്നത്. നമ്മളെന്ത് അത്ര വലിയ മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. ഇത് ഇപ്പോൾ ഉദിച്ച് വന്നതേ ഉള്ളൂ, നമ്മുടെ നേരെ ഇപ്പം കാണാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇതാ നോക്ക്, എന്നാ റൗണ്ടിലാണ്. ഇതിൽ കിടക്കുന്ന അത്ര സുഖമുള്ള കേസായിട്ട് വേറെ ഒന്നുമില്ല. എന്താ സുഖമാണെന്നറിയാമോ ഇതിനകത്ത് കിടക്കാൻ? നല്ല അടിപൊളിയാണ്. ചന്ദ്രൻ ഇനി കയറി വരാൻ ഒരുപാട് സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. മരങ്ങളുടെയൊക്കെ മറയാണ്. അപ്പോൾ നമുക്ക് ഉറങ്ങാനുള്ള പരിപാടി നോക്കാം. ബ്ലാങ്കറ്റൊന്നും എടുത്തില്ല. ഇത് പോളിസ്റ്ററാണ്. നല്ല ചൂടുണ്ടാവും ഇതിനകത്ത്. പിന്നെ ഞാൻ കിടക്കുവാണെങ്കിൽ എന്നെ മൊത്തം കവറാവും കേട്ടോ. ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് കവർ കഴിഞ്ഞാൽ മൊത്തം മൂടിയിരിക്കും. നല്ല തണുപ്പുണ്ടെങ്കിൽ ബ്ലാങ്കറ്റ് എടുത്താൽ മതി, ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇത് മൊത്തം കവർ ചെയ്തിട്ട് സുഖമായിട്ട് ഇതിനകത്ത് കിടക്കാം. അപ്പോഴേ നമുക്ക് നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട്. അടിപൊളിയല്ലേ? ചന്ദ്രൻ അസ്തമിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു. സൂര്യൻ ഉദിക്കാൻ ഇനി ഒരു 7:30 ആകണം. നല്ല വെളിച്ചമുണ്ട്. സൂര്യൻ ഉദിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ. അതോടൊപ്പം നമുക്ക് രാവിലെ അടിക്കാനുള്ള കട്ടനും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാം. ചന്ദ്രാസ്തമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സൂര്യോദയം, രണ്ടും ഒരേ ഫ്രെയിമിൽ.
സൂര്യോദയം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല മഴക്കാരാണ് ആ ദൂരെ കാണുന്നത്. സൂര്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ചന്ദ്രനെ കാണൂല. ഒരു സൈഡിൽ ചന്ദ്രാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. കിളികളൊക്കെ എണീച്ചു, രാവിലെ അവരുടെ ബഹളമാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത സൈഡിൽ സൂര്യോദയം. സൂര്യോദയം നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല മഴക്കാരാണ് കിഴക്ക് ഭാഗത്ത്. സൂര്യോദയം ആയിട്ടുണ്ട്. പുള്ളിക്കാരനെ കാണണമെങ്കിൽ ഒരു 8-8:30 ആവും. അപ്പം നമുക്ക് പോയേക്കാം, ഇതൊന്ന് അടിച്ച് തീർക്കണം. ഈ ഹാമോക്കും ഇനി സ്റ്റൗവും കുറച്ച് സാധനങ്ങളും കൂടിയേ ഉള്ളൂ, അതും കൂടി ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിങ് ഇത്രയേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു ക്യാമ്പിങ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.